ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പോൾ ഞാനുള്ളത് കണ്ടനാടുള്ള സൺഫ്ലവർ ഫാമിലേക്കാണ്. ഇത് തൃപ്പൂണിത്തുറയിൽ 7 കിലോമീറ്റർ ചോറ്റാനിക്കരയ്ക്ക് അടുത്താണ് ഈ സൺഫ്ലവർ ഫാം വരുന്നത്. ഇതിൻ്റെ പാർക്കിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എത്തിയത് ഒരു ശനിയാഴ്ചയാണ്. അന്നിപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വളരെ സുഖമായി ഇവിടെ എല്ലാം നടന്ന് ഫീഡ് ഷൂട്ട് ചെയ്യാനും കാണാനും ഒക്കെ സാധിച്ചു. അപ്പോൾ നമുക്കിപ്പോൾ നേരെ അങ്ങോട്ട് സൺഫ്ലവർ ഫാമിലേക്ക് പോവാം. ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് സൺഫ്ലവർ ഫാമിലേക്ക്. ഇപ്പോൾ നമുക്ക് ദൂരെ നിന്നാൽ തന്നെ ഇവിടെ ഒരു ജമന്തി പൂത്തിരിക്കണ കാണാം. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ചീര നട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മിഡ് ടൈം ആയതുകൊണ്ട് വലിയ തിരക്കില്ല, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണിത്. ഇത് കുറച്ച് ഏരിയ നടന്ന് നമുക്ക് കാണാനുണ്ട്. പക്ഷേ സൺഫ്ലവർ ഫാം 1 ഏക്കറിലേ ഉള്ളൂ. ഇവിടെ ഒരു എൻട്രി ഫീസായി 20 രൂപ അവർ ഈടാക്കുന്നുണ്ട്. ഈ സ്ഥലം വരുന്നത് നടൻ ശ്രീനിവാസിൻ്റെ വീടിൻ്റെ സമീപത്തായിട്ടാണ്. ഈ പാടം ശ്രീനിവാസിൻ്റെ മേൽനോട്ടത്തിലുള്ളതായിരുന്നു. പിന്നെ ഇത് ഇവിടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ചീര നട്ട് വെച്ചേക്കണ കാണാം. പിന്നെ ആ പോകുന്ന വഴിയാണെങ്കിൽ ജമന്തി പൂത്തുക്കണ കാണാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് മറ്റേ പച്ചക്കറി കൃഷിയുള്ളത്. പയർ, വെണ്ട, ചൊരക്ക, ഇങ്ങനെ ഓരോന്നും വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് ഇതിലെ കൂടി നടന്ന് പോകാൻ. ഇവിടെ ഇപ്പോൾ താഴെ നിങ്ങൾക്ക് ഈ ചീരയുടെ ഒപ്പം തന്നെ ഒരുപാട് ജമന്തിപ്പൂക്കൾ കാണാം. അതിപ്പോൾ നമ്മൾ നടന്നു വരുന്ന വഴികളിലായിട്ട് 2 സൈഡുകളിലായിട്ട് ജമന്തിപ്പൂക്കൾ നിൽക്കുന്നതൊക്കെ കാണാം. പിന്നെ ഈ റൈറ്റ് സൈഡിലാണ് വേറെ പച്ചക്കറി കൃഷികൾ ചെയ്യുന്നത്. ഇപ്പോൾ അതുപോലെ അവിടെ ഇഷ്ടംപോലെ പയർ, വെണ്ട, അതുപോലെ ചൊരക്ക, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് കയറി കണ്ടില്ല. അവിടെ പുല്ലൊക്കെ വളർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് കയറി കണ്ടില്ല. ഇവിടെയാണ് കൂടുതലും അത് അതിൻ്റെ വിളവുള്ളത്. ഇവിടെ ഇങ്ങനെ ജമന്തിപ്പൂ തന്നെ കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. ഈ ജമന്തിപ്പൂ കാണാൻ നമുക്ക് സാധാരണ ഈ ഒരു കാഴ്ച നമുക്ക് ഗുണ്ടൽപേട്ടിലും അതുപോലെ പൊള്ളാച്ചിയിലുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് നടന്നു വരുമ്പോഴാണ് ഇവിടെ എൻട്രൻസ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്കൊരു ട്രാക്ടർ കാണാം. ഇതിവിടെ പാടത്ത് ഉപയോഗിക്കുന്ന ട്രാക്ടർ. ഇതുപോലത്തെ 2 എണ്ണം ഉണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ ഈ സൂര്യകാന്തി തോട്ടത്തിലേക്ക് കയറാൻ ചെറിയൊരു ഫീസ് അവർ ഈടാക്കുന്നുണ്ട്. ഒരാൾക്ക് 20 രൂപ വെച്ചിട്ട്. അപ്പോൾ അത് ഇവിടെ ബോർഡുണ്ട്. അപ്പം ഞാനത് കൊടുത്തിട്ട് ഇവിടെ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ എഴുതി വെച്ചൊക്കെ കാണാം 20 രൂപ എൻട്രി ഫീസ്. ഇത് ഈ 20 രൂപ എൻട്രി ഫീസ് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിനകത്ത് കയറാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ സൺഫ്ലവർ ഫാമിലേക്ക് കയറി. ഇത് 1 ഏക്കറിൽ വ്യാപിച്ചിരിക്കുന്ന സൺഫ്ലവർ ഫാമാണ്. ഇതിലെ കൂടി നടന്ന് നമുക്ക് കാണാൻ വല്ലാത്തൊരു ഫീല് തന്നെയാണ്. നമുക്കിത് ചുറ്റും ഒരുപാട് കാണാനാനുണ്ട്. പിന്നെ ചില സൺഫ്ലവറൊക്കെ വാടി ഇരുന്നേച്ചു, പക്ഷെ ചിലതൊക്കെ വളരെ നന്നായി ഇരുന്നേച്ചു. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാം നടന്ന് ഇതിൻ്റെ ഒപ്പം കാണിച്ചു തരാം. ഈ ഒരു സ്ഥലം ഒരുപാട് റീൽസിനും ഫോട്ടോഷൂട്ടിനും പറ്റിയൊരു സ്ഥലമാണിത്. ഇതിപ്പോൾ ഈ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞാലൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഈ ഒരു സമ്മർ സീസണിലാണ് നമുക്കിങ്ങനെ സൺഫ്ലവർ ഒരുപാട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ വരണം. പിന്നെ ഇവിടെ ശനിയും ഞായറും ഒക്കെ നല്ല തിരക്കായിരിക്കും. ഇപ്പം ഞങ്ങൾ പോയ അല്ലാത്ത ദിവസങ്ങളൊന്നും വലിയ തിരക്കുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ കൂടുതലും ഇവിടെ വരാൻ ഏറ്റവും നല്ല അനുയോജ്യം വൈകിട്ട് സമയത്താണ്. ഉച്ച സമയത്തൊന്നും തിരക്കുണ്ടാവുന്നുള്ളൂ, പക്ഷെ നല്ല ചൂടാണ് ഇവിടെ. അപ്പോൾ ഏതായാലും ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തൃപ്പൂണിത്തുറയ്ക്ക് അടുത്താണ് ഈ വരുന്ന സ്ഥലം. സൺഫ്ലവർ കൂടുതലും ഗുണ്ടൽപേട്ട്, പൊള്ളാച്ചി അങ്ങനെ സ്ഥലങ്ങളിലാണ് നമുക്ക് കൂടുതലും ഇത് കാണാൻ കഴിയുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇത് കാണാൻ വളരെ അപൂർവമാണ് നമുക്ക് നമ്മുടെ കേരളത്തിൽ കാണാൻ കഴിയുക. ഇതിപ്പോൾ എല്ലാ വർഷവും ഇവിടെ ഈ സൺഫ്ലവർ നമുക്ക് കാണാൻ സാധിക്കും.
അതുമാത്രമല്ല ഇവിടെ തന്നെ ഉണ്ടായ ഒരുപാട് പച്ചക്കറികളും ഫ്രൂട്ട്സും ഇവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും വളരെ നല്ലതാണ് ഇവിടുന്ന് വാങ്ങിക്കുന്നത്. നമുക്ക് ആ ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. വലിയ വിലയുമില്ല. ഇവിടുത്തെ സന്ദർശന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 6:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതും രാവിലെ 6:30ക്കും വൈകിട്ട് 6:30ക്കുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ശനി ഞായർ ദിവസങ്ങളിലാണ് തിരക്ക് കൂടുതലുണ്ടാവുക. ബാക്കി ദിവസങ്ങളിൽ അത്ര തിരക്കുണ്ടാവില്ല. നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു കൂൾ ബാർ ഉണ്ട്. അവിടെ നമുക്ക് പല ജ്യൂസസും ഐസ്ക്രീംസും എല്ലാം അവൈലബിൾ ആണ്. ഇതെല്ലാമാണ് ഇവിടെയുള്ള പച്ചക്കറികൾ. ഒരുപാട് പച്ചക്കറികൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. എല്ലാം വളരെ ഫ്രഷ് പച്ചക്കറികളും ഫ്രൂട്ട്സുമാണ് ഇവിടെ വിൽക്കാനിട്ടിരിക്കുന്നത്. അതുപോലെ തണ്ണിമത്തൻ, മഞ്ഞയുണ്ട്, പച്ചയുണ്ട്. പിന്നെ അതുപോലെ ക്ഷമാം, അതുപോലെ പടവലങ്ങ, ചൊരക്ക, ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ചില വെജിറ്റബിൾസൊക്കെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നടൻ ശ്രീനിവാസൻ്റെ വീട്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ക്യാമറയിൽ സൂം ചെയ്ത് കാണിച്ചു തരികയാണ്. അത്ര ക്ലിയർ അല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടനാട് സൺഫ്ലവർ ഫാം വരുന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ്. ഇത് ചോറ്റാനിക്കരയിൽ നിന്ന് കുരിക്കാട് പോകുന്ന വഴിക്കാണ് ഈ കണ്ടനാട് സൺഫ്ലവർ ഫാം. കുരിക്കാട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ മുമ്പ് ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ നേരെ ഉള്ളിലേക്കുള്ള വഴി ഇങ്ങോട്ടാണ് വരുന്നത്. ഞാനും ഇവിടെ നിന്ന് കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചു. ഒരു 4 കുക്കുംബറും ഒരു പടവലങ്ങയും പിന്നെ ഡീഹൈഡ്രേറ്റഡ് ഒരു പഴമാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ഞാൻ നേരെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ അങ്ങനെ നടന്ന് ഇപ്പോൾ ഞാൻ പാർക്കിങ്ങിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത്രയുമാണ് കണ്ടനാട് സൺഫ്ലവർ ഫാമിലെ കാഴ്ചകൾ. നിങ്ങളും ഇടയ്ക്കൊന്ന് ഇവിടെ വന്ന് സന്ദർശിക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സമയം രാവിലെ 6:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ്. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്